ലോകത്തിലെ വമ്പൻ എണ്ണ രാജ്യങ്ങൾ ഇന്ത്യയുടെ കാൽക്കീഴിൽ വന്ന് കച്ചവടത്തിനായി പരസ്പരം മത്സരിക്കുന്ന കാഴ്ച നിങ്ങൾ എപ്പോഴെങ്കിലും സങ്കല്പിച്ചു നോക്കിയിട്ടുണ്ടോ? എന്നാൽ അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ ഭീഷണികൾ വകവയ്ക്കാതെ റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങിയ മോദി സർക്കാരിനെ പോലും അമ്പരിപ്പിച്ചുകൊണ്ട് ഒരു വമ്പൻ ഓഫറുമായി സാക്ഷാൽ സൗദി അറേബ്യ കളത്തിലിറങ്ങിയിരിക്കുകയാണ്. ഇന്ത്യയുടെ മാർക്കറ്റ് തങ്ങളുടെ പോക്കറ്റിലാണെന്ന് വിശ്വസിച്ചിരുന്ന റഷ്യ പോലും സൗദിയുടെ ഈ അപ്രതീക്ഷിത നീക്കത്തിൽ ശരിക്കും ഞെട്ടിയിരിക്കുകയാണ്. കാര്യമെന്തെന്നാൽ വരുന്ന ഓഗസ്റ്റ് മാസത്തെ ക്രൂഡ് ഓയിൽ വിലയിൽ ബാരലിന് $11 വമ്പൻ ഡിസ്കൗണ്ട് ആണ് സൗദി അരാംകോ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ സൗദി നൽകുന്ന ഏറ്റവും വലിയ കിഴിവ്. കാരണം മറ്റൊന്നുമല്ല, ഇന്ത്യയിലേക്ക് ഒഴുകുന്ന റഷ്യൻ എണ്ണയുടെ കുത്തൊഴുക്ക് കണ്ട് സൗദിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്നത് തന്നെ. കഴിഞ്ഞ ജൂണിൽ മാത്രം $5.14 ബില്യൺ റെക്കോർഡ് എണ്ണയാണ് റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങിയത്. ജൂലൈയിലാകട്ടെ പ്രതിദിനം 5 ദശലക്ഷം ബാരലുകൾ എന്ന റെക്കോർഡും നമ്മൾ മറികടന്നു. എങ്ങനെയെങ്കിലും റഷ്യയെ വെട്ടി ഈ മാർക്കറ്റ് തിരിച്ചു പിടിക്കണം. അതിനാണ് സൗദി ഇപ്പോൾ ഈ മെഗാ ഓഫറുമായി ഇന്ത്യക്കായി രംഗത്ത് വന്നിരിക്കുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ എണ്ണ തന്നിരുന്നത് സൗദി ആയിരുന്നു. എന്നാൽ യുദ്ധം വന്നതോടെ റഷ്യ വലിയ ഡിസ്കൗണ്ട് നൽകി. ഇന്ത്യ അത് 2 കൈ നീട്ടി സ്വീകരിക്കുകയും ചെയ്തു. ഹോർമൂസ് കടലിടുക്കിലെ പ്രശ്നങ്ങളും പശ്ചിമേഷ്യൻ യുദ്ധങ്ങളും വന്നപ്പോൾ ഇന്ത്യക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ കാത്തത് റഷ്യൻ എണ്ണയാണെന്ന് ഷിപ്പ് ട്രാക്കിംഗ് പ്ലാറ്റ്ഫോമായിട്ടുള്ള കെപ്ലാർ വിലയിരുത്തുന്നു. ഇന്ത്യ വാങ്ങുന്ന എണ്ണയുടെ 50%-ലധികവും റഷ്യയിൽ നിന്നായപ്പോൾ സ്വാഭാവികമായും സൗദിക്ക് അത് വലിയ തിരിച്ചടിയായി. അമേരിക്കയുമായി ഒരു വശത്ത് വ്യാപാര കരാറുകളിൽ നമ്മൾ കടുത്ത നിലപാടുകൾ എടുക്കുമ്പോഴാണ് അമേരിക്കയ്ക്ക് കണ്ണെടുത്താൽ കണ്ണൂടാത്ത റഷ്യൻ എണ്ണ നമ്മൾ സുഖമായി വാങ്ങിക്കൂട്ടുന്നത് എന്നതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഒമാനിലെ സോഹാർ, UAE-യിലെ ഫുജൈറ തുടങ്ങിയ തന്ത്രപ്രധാനമായിട്ടുള്ള തുറമുഖങ്ങൾ വഴി നമ്മൾ കൃത്യമായി എണ്ണ ഇന്ത്യയിൽ എത്തിക്കുന്നുണ്ട്. അമേരിക്കൻ ഉപരോധങ്ങളോ പശ്ചിമേഷ്യൻ യുദ്ധങ്ങളോ ഒന്നും ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയെ ബാധിച്ചിട്ടില്ല. ഇതിനിടയിലാണ് ഓഗസ്റ്റിലേക്കുള്ള ഓർഡറുകൾ എണ്ണ കമ്പനികൾ നൽകി തുടങ്ങുന്ന സമയത്ത് തന്നെ ഇരുട്ടടി പോലെ റഷ്യയെ വീഴ്ത്താൻ സൗദിയുടെ ഈ ഒരു ഓഫർ വരുന്നത്. എണ്ണ വിൽക്കാൻ റഷ്യയും സൗദിയും തമ്മിൽ ഇന്ത്യയുടെ മുന്നിൽ നടക്കുന്ന ഈ ഒരു ഗുസ്തി കാണാൻ നല്ല രസമുണ്ട്. ആരാണോ ഇന്ത്യക്ക് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് എണ്ണ തരുന്നത് അവരിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങും എന്നതാണ് മോദി സർക്കാരിന്റെ നയം. ഒരു കാലത്ത് നമ്മൾ എണ്ണയ്ക്കായി ഗൾഫ് രാജ്യങ്ങളുടെയും മറ്റ് പല രാജ്യങ്ങളുടെയും മുൻപിൽ കൈനീട്ടി നിന്നിരുന്നെങ്കിൽ ഇന്ന് സ്ഥിതി മാറി. നിങ്ങളിൽ ആരാണ് ഞങ്ങൾക്ക് കൂടുതൽ ലാഭം തരുന്നത് എന്ന് ചോദിച്ച് ഒരു കിങ് മേക്കറെ പോലെ കാലിൽ മേൽ കാലും കയറ്റി വെച്ചിരിക്കുകയാണ് ഇന്ത്യ. എന്തായാലും സൗദിയുടെ ഈ വമ്പൻ ഓഫർ റഷ്യയെ കൊണ്ട് ഇനിയും വില കുറപ്പിക്കുമോ എന്ന് കണ്ടറിയണം. എന്തായാലും ഈ കിടമത്സരത്തിൽ അന്തിമ വിജയം ഇന്ത്യക്ക് മാത്രമാണ്. മലയാളം.